ഹല്ലേലൂയ. വളരെ വളരെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ എല്ലാം നമുക്ക് നൽകിയ അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. I thank God for the opportunity God has given us to worship Him and rejoice in His presence. ഈ ഇത്രത്തോളം നല്ല കാലാവസ്ഥയിലെ അന്തരീക്ഷത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകുന്നല്ലോ. അനേക സ്ഥലങ്ങളിൽ ആരാധനയൊക്കെ ഇന്ന് ഓൺലൈനിലുമൊക്കെ ആക്കിയിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടി കർത്താവിന് മഹത്വം കരയറ്റുവാൻ ഈ അവസരം തന്നിരിക്കുന്നല്ലോ. I thank God for enabling us to gather together, especially in parts of the country there are people worshiping online because of the situations of the weather. നമ്മുടെ മുമ്പിൽ ഇന്ന് വളരെ ചുരുക്കം സമയമുള്ളതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ വിഷയത്തിലേക്ക് കയറി ദൈവവചനത്തിൽ അല്പ കാര്യങ്ങൾ പങ്കിട്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. Because we have very limited time today, I want to encourage you from the Word of God, and we're going to move on fast. അൺസങ് ഹീറോസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. We have been hearing about the unsung heroes of the scripture. അറിയപ്പെടാത്ത, വലിയ പേരും പ്രശസ്തിയും ഒന്നുമില്ലാത്ത ആളുകൾ, അവരെ ഹോൾ ഓഫ് ഫെയിം, ഹെവൻ്റെ സ്വർഗത്തിലുള്ള ഒരു ഹോൾ ഓഫ് ഫെയിം ഉണ്ടെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കുമെന്നാണ് നമ്മൾ കേട്ടത്. There are many unsung heroes in the scripture that we talked about. Some of these people will be, if heaven has a hall of fame, they will be listed in the hall of fame. നമ്മൾ അതിന് ആധാരമായിട്ട് ആരംഭമായിട്ട് വായിച്ച എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങളാണ്. And for that we have read Hebrews chapter 11 verse 35 on. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഒരു നീണ്ട പട്ടിക, വിശ്വാസ വീരന്മാരുടെ നീണ്ട പട്ടിക കൊടുത്തിട്ടുണ്ട്. In Hebrews 11 there is a list of Hebrews the heroes of faith mentioned. അവരുടെ എല്ലാം പേര് പറഞ്ഞിട്ട് പറയുന്നു, നീതി നടത്തി, സിംഹങ്ങളുടെ വായെ അടച്ചു, തീയെ കെടുത്തി, അല്ലെങ്കിൽ മരിച്ചവർക്ക് അവരുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിന് തിരികെ കെട്ടി, ഇതെല്ലാം അവരെ കുറിച്ച് പറഞ്ഞു. And it is talking about these people who have been thrown into fire, who was killed by animals. They went through many persecutions, and it is mentioned in the Hebrews. 36-ാം വാക്യത്തിൽ പറയുന്നു, വേറെ ചിലർ, അവരുടെ പേര് പറഞ്ഞിട്ടില്ല. In verse 36 of the same chapter, talking about some others whose names are not mentioned. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവർ പരിഹാസം സഹിച്ചു, അല്ലെങ്കിൽ ചമ്മട്ടി, ചങ്ങലായി, തടവ്, ഇവയാലുള്ള പരീക്ഷകളൊക്കെ സഹിച്ചു, കല്ലെറിയേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്നും ഇങ്ങനെയുള്ള കഷ്ടങ്ങളുടെ ലിസ്റ്റേ പറയുന്നുള്ളൂ. But when they are mentioned about these others, it is talking about they were stoned and they were imprisoned, they were gone, sawed into two. All these persecutions are mentioned. So പ്രസിദ്ധിയും പേരുമില്ലാത്ത, അറിയപ്പെടാത്ത, സമൂഹത്തിൽ വലിയ അംഗീകാരങ്ങൾ ഒന്നുമില്ലാത്ത ഒരു പറ്റം ആളുകൾ. And there were a group of people who were not well known or did not get recognition in this world. നമ്മൾ മിക്കവാറും പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന, ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വലിയ പേരും പ്രശസ്തിയും ഒക്കെയുള്ള അറിയപ്പെടുന്ന ആളുകളെ. Oftentimes we like to follow people who are well known and we are people who are famous. എന്നാൽ ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞതുപോലെ അറിയപ്പെടാത്ത അൺസങ് ആയിട്ടുള്ള ഹീറോസ്, അവരെ സ്വർഗം എത്രമാത്രം ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നുണ്ട് എന്നുള്ളതാ ഞാൻ ഇന്ന് പറയുവാനാണ്. So I want to consider those people who are unsung heroes of the scripture, how much the heaven will consider them. അതിന്റെ ആരംഭമായിട്ട് നമ്മൾ ഹൂരിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. And we talked about Hur as the beginning, as one of the persons. അതിലേക്ക്, വിവരണത്തിലേക്ക് പിന്നെയും ഞാൻ പോകുന്നില്ല. I don't want to go back to that topic again. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശുശ്രൂഷ, വളരെ സൈലന്റ് ആയിട്ട് നിർവഹിച്ച ഒരു ദൈവദാസൻ. He served as a silent, beautiful ministry in serving Moses. ഒരുപക്ഷേ മോശയുടെ കൈകൾ താങ്ങി ഉയർത്തി നിർത്തുവാൻ അഹരോനും ഹൂരും ഇരുവശത്തും ഇല്ലായിരുന്നുവെങ്കിൽ അമാലേക്കുമായിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ യുദ്ധം അമ്പേ പരാജയപ്പെട്ടു പോകുമായിരുന്നു. If Aaron and Hur was not there to lift and keep Moses' arm raised, and Israel may have lost against Amalekites the war. അപ്പോൾ അവരുടെ സപ്പോർട്ട് കൊണ്ട്, മോശയുടെ കൈ ഉയർന്നിരുന്നത് കൊണ്ട് അമാലേക്കിന്മേൽ ഇസ്രായേൽ ജയിക്കുവാനിടയായി. Because their support and they were holding Moses' hand up, because of that Israel won that war. അപ്പം ഹൂരിനെ ഒരുപക്ഷെ പിന്നെ ചരിത്രത്തിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞു കാണുന്നില്ല. You don't see Hur mentioned throughout the scriptures talking about referencing this son. എന്നാൽ ഹൂരിന്റെ മകനായ ബെസലേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. But regarding Hur's son Bezalel we read സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് യഹോവയായ ദൈവം സകല ബുദ്ധിയാലും ദിവ്യാത്മാവിനാലും ജ്ഞാനത്താലും
നിറച്ച ഒരു ബെസലേലിനെ കുറിച്ച് We വായിക്കുന്നു. read about a Bezalel whose son, who God gave all the wisdom and understanding and favor as the building of the tabernacle was അപ്പൊ going on. മനുഷ്യർ കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും സ്വർഗം കണക്കിടാതെ പോകുന്നില്ല. But even though people don't consider, there is a heaven who considers people. അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ആരും ശങ്കിക്കണ്ട. So I don't want any of you to be upset because you don't get the recognition and the deserving praises from human beings. കർത്താവിന്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്വർഗം കണക്കിടുന്നുണ്ട്. Every little thing you do for the kingdom of God, heaven considers. ഹല്ലേലൂയ. Amen. അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിന്റെ പ്രവൃത്തിയിൽ വേലയിൽ നമുക്ക് മുന്നോട്ട് So പോകാം. because of that, you need to be boldly engaged in the kingdom of God and the work of God. ഓബദ്യാവിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. We talked about Obadiah last week. ഇസബേലും ആഹാബും പ്രവാചകന്മാരെ എല്ലാം കൊല്ലിക്കുന്ന സമയത്ത് And during the time the king Ahab was killing all the prophets of God. ഇസ്രായേലിലെ ആഹാബിന്റെ വലിയ ഒരു ഓഫീസർ ആയിരുന്ന ഒബദ്യാവ് 100 പ്രവാചകന്മാരെ 50 പേരായിട്ട് വിവിധ 2 ഗുഹകളിലായിട്ട് സംരക്ഷിച്ച് അവർക്ക് അപ്പവും വെള്ളവും കൊടുത്ത് പരിപാലിച്ചെന്ന് എഴുതിയിരിക്കുന്നു. Obadiah was an officer in King Ahab's palace, and he held 50 prophets of God in 2 caves and supported them with water and bread. ഒബദ്യാവ് അവരെ താങ്ങി നിർത്താൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രോഫറ്റിക് ലൈൻ തന്നെ കട്ട് ഓഫ് ആയി പോകുമായിരുന്നു, ഇല്ലാതെ പോകുമായിരുന്നു. If Obadiah was not there to take care of them, the prophetic line that is mentioned in the scripture would no longer exist. നമ്മുടെ ജീവിതയാത്രയെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും നമ്മയൊക്കെ ഒത്തിരി പേര് താങ്ങാനും സഹായിക്കാനും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവിടെ വരെ വന്നത്. If you look at your own life, there were people in your life who supporting and encouraging you. That is why you're seated here this morning. നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് തോന്നിയപ്പോൾ നമുക്ക് കരം തന്ന് നമ്മെ പിടിച്ചു നടത്തിയ അനേകരുണ്ട്. When you felt like there was nobody to help and there was nobody to support, people held you up in prayer and supported you. That is why you're here. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. We should be grateful to God. അവരെ ഓർത്ത് ദൈവത്തിന്റെ മഹത്വം കരയറ്റണം. Think about those people and thank God for them. ഒരു ബർണബാസിനെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ We കണ്ടു. talked about Barnabas last week. നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രങ്ങളാണ് We ഇതെല്ലാം. all know this history. An encourager, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവർ, അവരെ പണിതെടുക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. Barnabas was an encourager, building others up in the kingdom of God. ഈവൻ അപ്പോസ്തലനായ പൗലോസ് പോലും അംഗീകാരത്തിന് യോഗ്യനായത് അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഇടയിൽ അവൻ സ്വീകരിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം ബർന്നബാസായിരുന്നു. And Barnabas is the reason why Apostle Paul himself was accepted among the disciples, and Barnabas encouraged. ബർന്നബാസ് പൗലോസിനെ നിലനിർത്തുക, പരിചയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്. Not only that, he introduced Paul to the disciples. യോഹന്നാൻ മർക്കോസിനെ പോലുള്ള ഒരാൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുത്ത് അവരെ ശുശ്രൂഷയിൽ ഉപയോഗമുള്ളവനായി തീർത്തതുമാണ്. He also gave a second chance to John Mark, who was rejected by Paul, and supported him in his ministry. നമ്മളൊക്കെ എഴുതി തള്ളാൻ ധൃതിയോടെ ഇരിക്കുന്നവരാണ്. Many times we are quick to write off others. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, തകരാറുകൾ ആളുകളുടെ ജീവിതത്തിൽ കാണുമ്പോൾ അവരെ റൈറ്റ് ഓഫ് ചെയ്യാൻ നോക്കിയിരിക്കുക. And when we see mistakes or problems in others' lives, we are quick to write them off. എന്നാൽ ബർണബാസ് ഒരു സെക്കൻഡ് ചാൻസ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. And Barnabas was a second chance specialist, gave chances to others. നമ്മളിൽ എത്ര പേര് അങ്ങനെയാ? How many of us are like Barnabas? പരാജയങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവരെ ചേർത്ത് നിർത്തി, അവരെ ഉത്സാഹിപ്പിച്ച്, അവരെ കറക്റ്റ് ചെയ്ത് ദൈവസ്നേഹത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ട്? How many of you, when you see others failing, that you encourage them, hold their hand and support them in the problems they're going through? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആദ്യം പറയുന്ന പേര് ബർണബാസിന്റെ ആയിരുന്നു. And you know, when you read in the Acts, Barnabas was mentioned first. ബർണബാസും ശൗലും, ബർണബാസും പൗലൂസും എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. Often it was written Barnabas and Paul. അല്പസമയം കഴിഞ്ഞപ്പോൾ പേരിന്റെ ഓർഡർ തിരിഞ്ഞു. After a while, the order of that name shifted. ശൗലും ബർണബാസും എന്നായി. They started mentioning Paul and Barnabas. പ്രധാന പ്രസംഗിയായിട്ട് പൗലൂസ് അംഗീകരിക്കപ്പെട്ടു. And Paul was known as the main preacher. ബർണബാസിന് വേണമെങ്കിൽ അപ്സെറ്റ് ആയിട്ട് പോകാറുന്നല്ലേ? Barnabas could have been upset towards Paul. പക്ഷേ ബർണബാസ് പുറകിലേക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോഴും അവൻ സന്തോഷിക്കുന്ന ബർണബാസിനെ നമ്മൾ കാണും. Even though Barnabas had to take a back seat to Paul, he does not become upset. അന്ത്യോക്യയിൽ ചെന്നപ്പോൾ അവിടെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചെന്ന ബർണബാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. It is written that Barnabas would rejoice in the God's working in Antioch as Paul was ministering. മറ്റുള്ളവരിൽ പകരുന്ന ദൈവകൃപ കണ്ട് സന്തോഷിക്കാൻ പറ്റുന്നവർ. The grace of God that is poured out in others' life, you should be able to rejoice in that. എന്റെ കൂടെ നിൽക്കുന്ന ഈ പ്രിയ സഹോദരൻ എന്നേക്കാൾ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ
സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ആത്മാവ്. I should be able to rejoice that pastor is doing better than I, and I should be able to rejoice in that. ഹല്ലേലൂയ. അതാ യഥാർത്ഥ ക്രിസ്തീയ ആത്മാവെന്ന് പറയുന്നത്. And that is the true spirit of God. അല്ലാതെ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും വലിച്ചു താഴെയിടാൻ പറ്റുമോ എന്നല്ല നോക്കുന്നത്. And not to drag or bring somebody down. That is not the spirit of God. കേട്ടത് ഒരുപക്ഷെ നമുക്ക് പലർക്കും ഓർമ്മയുണ്ടായിരിക്കാം. ഈ ഞണ്ടിനെ സൂക്ഷിക്കുന്ന ആ ട്രേ ഉണ്ടല്ലോ, കടകളിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഞണ്ടിനെ ജീവനോടെ ഇട്ടിരിക്കുമ്പോൾ. And you heard this story, I'm very sure the crabs are kept in a bucket in restaurants. അതിന് ലിഡിന്റെ ആവശ്യമില്ല, മൂടിയുടെ ആവശ്യമില്ല. You know, it is said that there is no lid needed for that bucket. അപ്പൊ ആരോ ചോദിച്ചു, ഇതെന്താ ഇതിന് മൂടിയില്ലാതെ ഇങ്ങനെ So ഇച്ചിരിക്കുന്നത്? somebody asked why there is no lid on this bucket where the ഇത് crabs ചാടി പുറത്തു പോകത്തില്ലേ? and they, you know, wouldn't the crabs jump out of this bucket? അപ്പൊ അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞു ഒരിക്കലും ആവശ്യമില്ല. And the owner of that said no, never, it's not needed. വിഷമിച്ചൊരു ഞണ്ട് ഇങ്ങനെ കയറി 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 മുകളിലേക്ക് ആകാറാകുമ്പോ And as the crab is struggling to get out of the bucket as he comes to the top, വേറൊരു ഞണ്ട് പുറകിന്ന് ചെന്നിട്ട് അതിനെ വലിച്ചു താഴോട്ടിടും. now the crab will pull his leg and bring him down to the bottom. അതുകൊണ്ട് ഒരിക്കലും അത് പുറത്തു പോകത്തില്ല. And because of that, these crabs will never escape. അയ്യോ, നമ്മുടെ ശുശ്രൂഷ അതാകരുത് And പ്രിയപ്പെട്ടവരെ. I don't want any of us to be ministering like that. എത്ര പേരെ ദൈവരാജ്യത്തിന് വേണ്ടി നിലനിർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. How many of you have been able to sustain for the kingdom of God? ഉത്സാഹത്തിന്റെ വാക്കുകൾ പകർന്നു കൊടുത്തതുകൊണ്ട്. How many people who you have given the word of encouragement in the ministry? ഹല്ലേലൂയ. Hallelujah. അതായിരിക്കണം നമ്മുടെ സ്പിരിറ്റ്. And that should be our spirit. ഞാൻ അടുത്ത ആളിലേക്ക് പോകാൻ, രണ്ടുപേരും കൂടെ ഉണ്ട്. ഇന്ന് ഒരാൾ കൂടെ പറയാനേ ഒരുപക്ഷെ സമയമുള്ളൂ. And we are going to talk about two more people today. അത് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. That is the 2 Kings chapter 5 verse 1 through 3. ഇവിടെ വായിക്കുന്നു, അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ യഹോവ മുഖാന്തരം അരാമിന് ജയം ലഭിച്ചതുകൊണ്ട് തൻ്റെ യജമാനന് വലിയവനും മാന്യനുമായിരുന്നു. പരാക്രമശാലിയെങ്കിലും അവന് കുഷ്ഠരോഗം ഉണ്ടായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി പോയപ്പോൾ ഇസ്രയേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലുള്ള പ്രവാചകൻ്റെ അടുക്കൽ ഒന്നിച്ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. 1 to 3. Yeah. Now Naaman was commander of the army of the king of Aram, and he was a great man in the sight of his master and highly regarded, because through him the Lord had given victory to Aram. And he was a valiant soldier, but he had leprosy. Now bands of raiders from Aram had gone out and had taken captive a young girl from Israel, and she served Naaman's wife. She said to her mistress, "If only my master would see the prophet who is in Samaria, he would cure him of his leprosy." Naaman went to his master and told him that the girl from Israel had said. മതി, താങ്ക് യു. പേര് പറയാത്ത ഒരു പെൺകുട്ടി അല്ലേ? Here's a girl, the name is not mentioned. ഒരു കൊച്ചു പെൺകുട്ടിയെ കവർച്ചപ്പടയായിട്ട് അരാമ്യർ ഇസ്രയേലിൽ പോയപ്പോൾ പിടിച്ചുകൊണ്ട് വന്നതാ. This is a girl who was taken captive from Israel. അവളുടെ ഒരു സിമ്പിൾ ടെസ്റ്റിമണി. Here's a simple testimony of this young girl. നയമാന്റെ കുഷ്ഠം മാറ്റി കൊടുക്കുവാനിടയായി. And that testimony was able to take care of the leprosy of Naaman. ഞാൻ പറഞ്ഞതുപോലെ അവൾക്ക് പേരില്ല, അവൾക്ക് പ്രശസ്തിയില്ല, അവൾക്ക് ശക്തിയൊന്നുമില്ല, പ്രത്യേക കഴിവുകളില്ല, എഴുന്നേറ്റൊന്ന് പറയാനൊരു പ്ലാറ്റ്ഫോം ഇല്ല. This girl did not have a platform. She had no strength. She had no ability. She had nothing other than she was a servant girl. സുവിശേഷത്തിന്റെ വ്യാപ്തിയും അത് പരക്കുവാനും ഒക്കെ ഇടയായത് വലിയ ശക്തന്മാർ മുഖേന്ദ്രം മാത്രമൊന്നുമല്ല. The gospel has not spread throughout this world not because of great preachers. ലോകം കാര്യമായിട്ട് ഗണിക്കാത്ത ഒരുപാട് പേര്, മുട്ടിന്മേൽ ഇരുന്നവർ, കരഞ്ഞവർ, പ്രാർത്ഥിച്ചവർ, നിലവിളിച്ചവർ, വലിയ പ്രത്യേക കഴിവുകളൊന്നും എടുത്തു പറയാനില്ലാത്തവർ, അവരിലൂടെയൊക്കെ ഗോസ്പൽ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. The gospel has advanced throughout the world from people who are not able or educated. There were simple people who were willing to share the good news. ഈ പെൺകുട്ടിയെ നോക്കിയേ, അവള് തന്നെ ഒരുപാട് ദുഃഖത്തിൽ കൂടെ പോയതാ. And this girl herself gone through plenty of trouble in her life. വ്യക്തിപരമായിട്ടുള്ള വലിയ കഷ്ടതയിൽ കൂടെ കടന്നുപോയൊരു പെൺകുട്ടി. And she has personally gone through great difficulty in her life. ഒരു കൊച്ചു പെൺകുട്ടിയായി
കുട്ടിയായിരുന്നപ്പം അവളെ പിടിച്ചുകൊണ്ട് വേറൊരു ദേശത്ത് പോവുകയാണ്. When she was a young girl, she was taken as captive to another country. അവിടെ മാതാപിതാക്കളെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നില്ല. It doesn't say her parents was with her. ഒരുപക്ഷെ അവളുടെ മാതാപിതാക്കളെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ അവരെ ശേഷിപ്പിച്ചിട്ട് അവളെ മാത്രം അന്യദേശത്തേക്ക് കൊണ്ടുപോവുക. And maybe her parents were killed or they were left back in the Israel and she was only taken. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ദൂരത്ത് മറ്റൊരു ദേശത്ത് വ്യത്യസ്തമായൊരു സംസ്കാരത്തിൽ, അതും ഒരു ഭവനത്തിൽ ഒരു ശുശ്രൂഷക്കാരത്തിയായിട്ട്, ഒരു അടിമ പെൺകുട്ടിയായിട്ട് അവൾ ജോലി ചെയ്യും. Here is the young girl who is estranged from her parents, possibly taken and in a foreign country, in a foreign culture, enslaved. അവൾക്ക് സ്വാതന്ത്ര്യമില്ല, അവൾക്ക് പ്രതിഫലമില്ല, അവൾക്ക് ഭാവിയെക്കുറിച്ച് പ്രത്യാശയുടെ ഒരു കിരണം പോലുമില്ല. There was no hope of future. There was nothing to be hopeful in her life because she may have been depressed. അവളുടെ ജീവിതത്തെ കഷ്ടത്താൽ കഷ്ടതരമാക്കേണ്ടതിന് ഇതിലധികം എന്തോ വേണ്ടിയിരുന്നു. What else you need for a young girl to be depressed and don't think of the future? There's nothing. Sorrow was imposed on her. കഷ്ടത അവളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. And the sorrow was imposed or pressed upon her. വേണമെങ്കിൽ അവളെ നമുക്ക് കണ്ണുനീരിന്റെ പുത്രി എന്ന് വിളിക്കാം. We can call her daughter of tears. ഒരുപക്ഷെ അവൾക്ക് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം, എന്തുകൊണ്ടാണ് എനിക്ക് ഇതുപോലുള്ള കഷ്ടങ്ങൾ തിങ്ങി വരുന്നത്, നിറഞ്ഞു വരുന്നത്. She may have asked herself, why would I go through this difficulty at a young age? ഇതിനെന്ത് ജസ്റ്റിഫിക്കേഷനാ? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയ്ക്ക് എന്ത് ജസ്റ്റിഫിക്കേഷൻ? What justification is there for the troubles and the trials that I face this now? വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ നമ്മൾ പറയുന്ന പോലെ, ആ ഭവനത്തിൽ ജോലിയെല്ലാം ചെയ്യുമ്പോഴും തനിച്ചിരിക്കുന്ന ഒരു കുരുകിൽ പോലെ ഉള്ളിലെ വ്യസനവും തേങ്ങലുകളും എല്ലാം അടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. Just like a sparrow on a house roof, that this girl was containing all her sorrows and troubles and pain within as she was working as a slave. അവൾക്ക് വേണമെങ്കിൽ തന്റെ ചോദ്യത്തിനെല്ലാം ഉത്തരം തിരഞ്ഞ് എപ്പോഴും നടക്കാമായിരുന്നു, യജമാനത്തിയുടെ അടുത്ത് പോകാമായിരുന്നു, തനിയെ ഇരുന്ന് തന്നോട് തന്നെ ചോദിക്കാമായിരുന്നു. She could have gone to her lady of the house for answers to her problems, or she could ask herself about her own troubles. എന്തുകൊണ്ട്, എങ്ങനെ, എത്ര നാള്, ദൈവം എവിടെയാ എന്നൊക്കെ ചോദിക്കാമായിരുന്നു. Why and how long, where is God in my life? ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാ, ഞാൻ എന്തുകൊണ്ടാ പിടിക്കപ്പെട്ട് ഈ ദേശത്ത് വന്നത്? Why did this happen to me? Why I am the only one enslaved in this foreign country? നമുക്കൊക്കെ കഷ്ടങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ സാധാരണ ചോദിക്കുക. Often when we face troubles, we often ask questions like these. എന്നാൽ ഈ പെൺകുട്ടിക്ക് അതിനേക്കാൾ വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. But she had an important responsibility other than taking care of the household things. തന്നെ കുറ്റപ്പെടുത്താനോ, ദൈവത്തെ കുറ്റപ്പെടുത്താനോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ശ്രമിക്കുന്നതിന് പകരമായിട്ട് അവൾക്കൊരു വലിയ ദൗത്യമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. She recognized she had a great responsibility other than blaming God or blaming others or blaming herself. തങ്ങളുടെ കഷ്ടങ്ങളുടെ മധ്യത്തിലും ദൗത്യങ്ങൾ തിരിച്ചറിയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for those who recognize your responsibility even in the midst of your suffering. അവൾക്കൊരു കാര്യം മനസ്സിലായി, മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് ഒരു തരത്തിലും ജീവനുള്ള ദൈവത്തെ അറിയുന്നതിനോട് തട്ടിച്ചു നോക്കാൻ പറ്റത്തില്ല. And she understood material blessings cannot equate to the living God that she served. അവൾക്കറിയാമായിരുന്നു ആരാണ് കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടയാള്. And she knew where the blessings come from, who was blessed. നയമാനാണോ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടയാള്, അതോ അവൾ ആ പെൺകുട്ടിയാണോ? And was Naaman the more blessed or was this slave girl? അവൾക്കറിയാമായിരുന്നു നയമാനേക്കാൾ താൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. And she knew that she was more blessed than Naaman her master. കാരണം അവൾക്ക് ജീവനുള്ള ഒരു ദൈവത്തെ അറിയായിരുന്നു. Because she knew as living God. ഒരു അന്യദേശത്ത് പോലും അതുകൊണ്ട് അവളുടെ സാഹചര്യങ്ങളെ കുറിച്ച് അതിന്റെ സമ്മർദ്ദത്തിലോ പ്രയാസത്തിലോ ആയില്ല. And she did not dwell on her troubles and challenges even in a foreign nation. ദൈവത്തിന്റെ സാന്നിധ്യം അവളോട് കൂടി ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. She knew that the presence of God was with her. Hallelujah. Amen. That's what making the difference. Pastor Gigi in the morning രാവിലെ ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് പറയുവാനിടയാക്കി, നമ്മളെ വ്യത്യസ്തരാക്കുന്ന എന്തുവാ?
ദൈവത്തിന്റെ സാന്നിധ്യമാണ്. Pastor Gigi mentioned this in the morning. What makes us different is the presence of God in our lives. യോസെഫിന്റെ ജീവിതയാത്രയിൽ അവനെ വ്യത്യസ്തനാക്കിയത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. The journey of Joseph, as we know, the presence of God in his life is what അവൻ made him തന്റെ മാതാപിതാക്കളുടെ ഭവനത്തിലായിരുന്നപ്പോഴും പൊട്ടക്കിണറ്റിലായിരുന്നപ്പോഴും പൊത്തീഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും മിസ്രയീം ദേശത്തിന്റെ അധിപതിയായപ്പോഴും എല്ലാം അവനെ വ്യത്യസ്തനാക്കിയത് ദൈവ സാന്നിധ്യമായിരുന്നു. And when Joseph was in the pit or in his father's house or in Potiphar's house, he was imprisoned or he became the second in command in Egypt, he knew God was with him. നമ്മെ വ്യത്യസ്തരാക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതാണ്. What makes us separate and unique is the presence of God among us. പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവത്തിൽ കൂടി ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് As you are going through difficulties in your life, നമ്മളിൽ ആരും പറയരുത് ദൈവം എന്നെ കൈവിട്ടെന്ന്. none of you should say God has abandoned me. ദൈവം എന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? If any of you saying God is not with me or I don't feel his ഇന്ന് presence, വേദനയും കണ്ണുനീരുമാണ്, പ്രയാസങ്ങളുണ്ട്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. if you are going through tears and difficulties and there are questions that are unanswered in your life, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത പ്രാർത്ഥനകൾ ജീവിതത്തിലുണ്ട്. there are things that are unanswered that you have been praying for many years. അതുകൊണ്ട് ദൈവം എന്നെ വിട്ടുകളഞ്ഞുവോ, ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? If any of you are asking, because God has abandoned me, is he still with me? ഈ പെൺകുട്ടിക്ക് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കായിരുന്നു വേണമെങ്കിൽ. This girl could have asked the same question. പ്രയാസമുള്ള സമയത്തിന്റെ അർത്ഥം ദൈവം കൂടെ ഇല്ലെന്നല്ല. Not because when you go through difficulties, that does not mean God has abandoned you. നമ്മൾ സന്തോഷ സമയങ്ങളിലും പ്രയാസ സമയങ്ങളിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം. We should be constantly reminded, even in our troubles, in our good times and bad times, our God is with us. ഹല്ലേലൂയ. Hallelujah. 119 സങ്കീർത്തനത്തിന്റെ 75-ാമത്തെ വാക്യം എനിക്ക് വളരെ സന്തോഷം തരുന്നതാണ്. And Psalm 119 verse 75, I take great joy in that. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. And Lord, I know that In faithfulness you have afflicted. difficult days do not mean that God is in faithfulness you have afflicted me. അപ്പം നമ്മെ അഫ്ലിക്റ്റ് ചെയ്യുന്നതും എന്തുവാ, അല്ലെ താഴ്ത്തുന്നതും എന്തിന്റെ ഭാഗമാ? ഹലോ, ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. Our afflictions, our lowest state is also God's divine plan in our lives. ഏറ്റെടുക്കാൻ പ്രയാസമാ അല്ലേ? It is difficult to accept. അതുകൊണ്ട് സ്തോത്രവും ഹല്ലേലൂയ ഉയരാഞ്ഞത്. And that is why the praises won't come out of എന്നെ your mouth. ഉയർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ് നമ്മൾ പറയും. We often say our God is faithfulness is that lifted me up. അത് സത്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല. I'm not saying that is not true. എന്നാൽ അതോടൊപ്പം തന്നെ But along with that, നമ്മെ താഴ്ത്തിയിരിക്കുന്നതും ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. it is also part of God's faithfulness plan that He has brought us to the low ഇന്നത്തെ plan. വേദനയും ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. And today's pain is also part of God's plan in your ഇന്ന് life. കണ്ണുനീരിന്റെ അവസ്ഥയും ദൈവത്തിന്റെ വിശ്വസ്തതയുടെ The ഭാഗമാണ്. tears that you are going through is part of God's faithful plan in your life. അതാ ഒരു ദൈവവേദന്റെ ട്രഷർ എന്ന് പറയുന്നത്. And that is the treasure of a servant of God. നമ്മൾ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നുള്ളതാ. Regardless of what circumstances you are in the hand of God. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. Even though I fall into the pit of fire, that I am not alone. വീഴുന്നതോ തീയിലല്ല, If I fall down, I am not falling into the fire. എന്റെ യേശുവിൻ കരങ്ങളിലാണ്. I am in the hand of Jesus. നമ്മൾ അവന്റെ കരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ട്രഷർ. And the greatest treasure that we have is the confidence that we know that we are in His നമ്മുടെ hand. മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളല്ലല്ലോ നമ്മുടെ ട്രഷർ. Our treasures are not material things. നമ്മൾ കർത്താവിന്റെ കരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത്. And we are in the hands and the palm of God. That is what our treasure is. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നുള്ള അറിവ്. There is absolutely nothing happens to us without His knowledge. കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. Jesus said that without my Father knowing, nothing happens to you. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതം അവനെ അറിയുന്ന, അവനെ പിൻപറ്റുന്ന നമ്മുടെ ജീവിതം അവന്റെ കരത്തിലായിരിക്കുന്നത്. And if that is the case, those who follow Him, we are in His palm. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ
If you are asking questions about the suffering and the pain that you're enduring today, ഓർത്തുകൊള്ളുക, നിങ്ങൾ തീർച്ചയായും ദൈവകരങ്ങളിലാണ്. and know that you are in the hands of God. അവന്റെ വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് നിങ്ങളെ താഴ്ത്തിയിരിക്കുന്നത്. And because of his faithfulness, he have brought to this condition. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ എന്ന് പറയുന്ന ആക്സിഡന്റൽ അല്ല, ആകസ്മികമായിട്ട് വന്നു വരുന്നതല്ല. Our suffering is not accidental. It doesn't come as a surprise. അത് വിധിയല്ല, അത് ഉദ്ദേശമില്ലാത്തതുമല്ല. It is not without any plan and purpose. അത് നിർഭാഗ്യവശാൽ സംഭവിക്കുന്നതുമല്ല. It is not an unfortunate condition. അതിന് ലക്ഷ്യമില്ലാത്തതല്ല. It is not without a purpose and goal. അതിന് ഫലമില്ലാത്തതല്ല. And it is not fruitless. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടി ഉണ്ടെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, If you understand the presence of God is with you, ഇന്നത്തെ കഷ്ടങ്ങളും വേദനകളും അവന്റെ മഹത്വത്തിന് കാരണമായി തീരും. and today's suffering and all the pain that you are enduring will remain for his glory. To make us more useful for the Lord. നമ്മൾ ദൈവത്തിനെ അടുപ്പിക്കുവാനും ദൈവത്തിനെ യൂസ്ഫുൾ ആക്കുവാനും. ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ അവളുടെ സഫറിംഗിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ. This girl could have focused on her suffering. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി. Just like the psalmist says, my tears are food for me. മറ്റുള്ള ആഹാരം കഴിക്കുന്ന ഓർക്കുന്നു പോലുമില്ല. We don't remember the eating other food. അത് ജോലി ചെയ്യാനും എഴുന്നേറ്റ് നടക്കാനും ഒക്കെയുള്ള ശക്തിക്ക് വേണ്ടിയാ. And just for the energy to work, and that is what our food is for. പക്ഷേ യഥാർത്ഥ ആഹാരം പലരുടേതും എന്തുവാ? കണ്ണുനീർ ഇങ്ങനെ രാവും പകലും ആഹാരമായി തീരുക. But many people, the true food that they consume is the tears that they have. അങ്ങനെ ഇരിക്കാൻ ആർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ, If anybody can claim that. നമ്മേക്കാൾ അധികം അവകാശം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക്. This girl had all the right to claim that. പക്ഷേ അവളുടെ സഫറിംഗിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തത്. But she was not focused on her suffering. ഇമോഷൻസ് ഇങ്ങനെ ഇൻഗ്രോൺ ആയിട്ട് അവളുടെ പേഴ്സണാലിറ്റി മുഴുവൻ നശിച്ചുവാൻ അവൾ അനുവദിച്ചില്ല. She did not allow her personality to be destroyed. ദൈവത്തോട് അപ്സെറ്റ് ആകാമായിരുന്നു, അവളുടെ യജമാനത്തിയോട് അപ്സെറ്റ് ആകാമായിരുന്നു. She could have be upset with God or her mistress. ഹൃദയത്തിൽ ഒരുപക്ഷെ വേദന ഡെഫിനറ്റ്ലി ഉണ്ട്. And she had pain in her heart. അതിന്റെ മധ്യത്തിലും അവളുടെ ദൗത്യം തിരിച്ചറിഞ്ഞു. And even among that pain, she understood her responsibility. നമ്മൾ ഇന്ന് രാവിലെ ആ ദൗത്യം തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? How many of you recognize that responsibility that God has given you? അതോ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ദൗത്യം മറന്നുപോയവരാണ് ഇവിടെ ഇരിക്കുന്നത്? Or are you going through the suffering and you've forgotten your responsibility? ഞാൻ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ കൊണ്ട് കർത്താവേ, എനിക്ക് വേറൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? If any of you are sitting here thinking I'm not able to concentrate on anything else because of the suffering. ഉറങ്ങാൻ പോകുമ്പോൾ അതേ ഓർക്കുന്നുള്ളൂ, എഴുന്നേൽക്കുമ്പോൾ അതേ കാണുന്നുള്ളൂ, ജീവിക്കുന്ന ഓരോ ദിവസവും അതേ കാണാൻ പറ്റുന്നുള്ളൂ. When I go to bed, as I wake up in the morning, as I live every day, that is the only thing that comes Majoring on ourselves, we are living, right? And നമ്മളിൽ തന്നെ നമ്മൾ മേജർ ചെയ്ത് ഓരോ ദിവസവും ജീവിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? If any of you sitting here with that attitude, ഒരു വ്യത്യസ്തമായ ദൗത്യം, സുപ്രധാന ദൗത്യം നമുക്ക് ചെയ്യാനുണ്ട്. There is an important responsibility, duty we have. നമ്മുടെ കഷ്ടങ്ങളെ നോക്കി അതിനെ മേജർ ചെയ്തിരിക്കാതെ, And not to major on the suffering that you're enduring. ദൈവത്തിന്റെ ഉദ്ദേശത്തെ തിരിച്ചറിയുവാനിടയായി. To understand the purpose of God in that situation. ഈ പ്രയാസത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. You should be asking, how can I get out of this situation? ഇതിൽ നിന്ന് ദൈവമഹത്വത്തിനായിട്ട് എന്ത് എന്ന് എനിക്ക് ചെയ്യുവാൻ കഴിയും? What can I do for the kingdom of God to honor him through this experience? വല്ല വിധേന ഈ പ്രയാസത്തിൽ നിന്നും വേദനയിൽ നിന്നും പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം, instead of praying to get out of that situation, ഇതിൽ നിന്ന് ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്തണം. What is God trying to teach me, and I want to honor എന്റെ വേദനയിൽ എനിക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കണം. in my pain that I want to praise God, the situation that അതാണ് എനിക്ക് ഈ കഷ്ടങ്ങളിൽ നിന്ന് പുറത്ത് എനിക്ക് കൊണ്ടുവരേണ്ടത്. that's what I want to reveal from my experience. ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലാണ് നമ്മുടെ വാസ്തവത്തിലുള്ള വളർച്ച നടക്കുന്നത്. And that is where true growth happens, in suffering like that. കഷ്ടങ്ങളിലേ നമ്മൾ വളരത്തില്ല. If you don't have suffering, you will never grow. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ വളർച്ച മുരടിച്ച് അവിടെ കിടക്കും. You will be stunted and dwarfed in that situation. എല്ലാം ഉണ്ട്, കുടുംബത്തിൽ നല്ല അന്തരീക്ഷം, And everything I have, good environment in the home. നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള മക്കളും കുടുംബവും എല്ലാവരും, നല്ല ജോലി, നല്ല വീട്, നല്ല സൗകര്യങ്ങൾ. All the amenities, all the jobs, and children have jobs.
you're doing fairly well. ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് വളർച്ച നടക്കത്തേയില്ല. When you go through that experience, there's no growth happening. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ചെടികൾ വാസ്തവത്തിൽ വളരുന്നത് എപ്പോഴാണ്? And we have heard, you know, when the plants truly grow. ചില ചെടികളുടെ വളരെ പെട്ടെന്നുണ്ടാകുന്ന വളർച്ചയുള്ളത് നിങ്ങൾ നോക്കിയാൽ തലേദിവസം വൈകിട്ട് കണ്ട ചെടി വ്യത്യസ്തമായിട്ട് കൂടുതൽ വളർന്നതായിട്ട് അടുത്ത ദിവസം രാവിലെ കാണും. You see, the next morning a plant that you observed the previous day has grown so much. So plants do not grow during the daytime but in the night. ചെടികൾ സാധാരണ രാത്രിയിലാണ് വളരുന്നത്, പകലല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ വളർച്ചകൾ നമ്മുടെ രാത്രികളിലാണ്. So even us in our darkness, in our dark days are when we grow. നമ്മുടെ കഷ്ടങ്ങളിലാണ് നമ്മൾ വളരുന്നത്. In our suffering and pain is when we grow. കഷ്ടങ്ങളില്ലായിരുന്നെങ്കിൽ ഇത്രയും നല്ല ദൈവത്തെ നമ്മൾ അറിയില്ലായിരുന്നു. If you do not have suffering in your life, you will not know the God that you serve. കഷ്ടങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും ദൈവത്തിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയില്ലായിരുന്നു. If you didn't have suffering in your life, you will not know the love of God. അപ്പം ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട്, അവനോട് അടുക്കുവാനായിട്ട്, അവന് വേണ്ടി അധികം ഉപയോഗപ്പെടുവാനായി, to understand God and to get closer to him, to draw near to him, the sufferings are given to us. നമ്മൾ ഈ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. We are going through enduring this suffering. You know, നമ്മുടെ ഈ സ്ട്രഗിളിന്റെ സമയത്തെ കർത്താവിന് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. And God can use our struggles powerfully for his kingdom. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. There are many examples. ഒരു ഹെലൻ കെല്ലറിന്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. We have heard of Helen Keller. You know, അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ആ സഹോദരിയുടെ ബ്ലൈൻഡ്നെസ് ഇടയായി. That lady's blindness was used as a blessing for thousands of people. എത്ര പേര്, How many people? അവരുടെ കഷ്ടങ്ങളിൽ അതിനെ ഉപയോഗിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന് കാരണക്കാരായി. And God used her suffering for God's glory and to be useful for others. രാവിലെ നമ്മൾ അപ്സെറ്റ് ആകുന്നതിന് പകരം, Instead of getting upset this morning. എത്ര പേര് അപ്സെറ്റ് ആയി രാവിലെ? How many of you are upset sitting here? ദൈവത്തോട് അപ്സെറ്റ്, എന്നോടല്ല. And not towards me, but towards God. അല്ലെ വീട്ടുകാരോട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന എത്ര Maybe പേര്? you're upset towards your family members. മക്കളോട്, പേരൻസിനോട് അപ്സെറ്റ് ആയിട്ടിരിക്കും. Maybe towards your children or parents. ആരോ പറഞ്ഞു ഓർക്കുന്നു, ബ്ലെസ്ഡ് ഈസ് ദ പേഴ്സൺ ഹു ഡസ് നോട്ട് ഗെറ്റ് അപ്സെറ്റ് വിത്ത് God on how he runs his business. ദൈവം എങ്ങനെയാ ദൈവത്തിന്റെ ബിസിനസ് റൺ ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അദ്ദേഹത്തോട് അപ്സെറ്റ് ആയിട്ട് ഇരിക്കാത്ത വേണമെന്ന് പറഞ്ഞു. That is right. പലപ്പോഴും നമ്മൾ ദൈവത്തോട് അപ്സെറ്റ് ആകാറുണ്ട്. Often we get upset with God. ഒന്നും പറയാൻ മേലാത്തോണ്ട് പറയാത്തതാ. Not because we are not able to speak back to വല്ലതും ചെയ്യാൻ പറ്റുമായിരുന്നു ചെയ്തേനെ അല്ലേ? You could do something towards God, you would do it. ദൈവത്തോട് മല്ല് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. You cannot fight with God. അതുകൊണ്ട് പിന്നെ അങ്ങ് സഹിക്കുക. And so because of that we endure. നമ്മൾ അപ്സെറ്റാ. We are upset. ഇന്നത്തെ ജീവിതത്തെ കുറിച്ച് നമ്മൾ അപ്സെറ്റാ. And today's life we are upset. ഇന്ന് കടന്നു പോകുന്ന കഷ്ടങ്ങളെ കുറിച്ച് അപ്സെറ്റാ. Today's troubles we are upset. ഇതിങ്ങനെ അങ്ങ് എൻഡ്യൂർ ചെയ്ത് പോവുക, ടോളറേറ്റ് ചെയ്ത് We പോവുക. are tolerating and enduring it. പക്ഷെ അതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. But that is not what God's plan for your life. നീ വിശ്വസ്തയോടെ എന്നെ താഴ്ത്തിയിരിക്കുന്നു. You have brought me and you are faithful to me. ഇത് നിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. It is part of God's faithfulness towards you. ഇന്ന് രാവിലെ എത്ര പേർക്ക് പറയാൻ പറ്റും? How many of you can say that and claim കർത്താവേ, that? എനിക്ക് ഭവിച്ചിരിക്കുന്ന താഴ്ച, ഈ വേദന, ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങൾ നിന്റെ വിശ്വസ്തതയുടെ ഭാഗം, അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. Lord, what the pain and the suffering that I endure is part of God's faithfulness, your faithfulness. നമ്മുടെ ഈ ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തെ അവൻ എടുത്ത് അതിനെ മനോഹരമാക്കി തീർക്കുവാൻ അവന് കഴിയും. And he is able to take the difficulty that you have and make it beautiful for him. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കാൻ കഴിയുന്നവനാ ദൈവം. He is able to bring stones from the ashes that is burned left over. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിച്ചു, എഹെസ്കേലിനോട്. Ezekiel was, son of man, would these bones will live? അവന്റെ മറുപടി, കർത്താവേ, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, ഇതിന്റെ കിടപ്പ് കണ്ടിട്ട് ഇതിന് ജീവൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. His response was, Lord, I don't know, looking at these bones, I'm not sure where we go. കാരണം എല്ലുകൾ, അസ്ഥികൂടങ്ങൾ എല്ലാം വേർപിരിഞ്ഞ് അസ്ഥികളുടെ ഒരു വലിയ താഴ്വരയായിട്ട് കിടക്കുകയാ. Because all these bones are separated
separated and they are big valley of bones. നശിച്ചു തകർന്നെന്ന് തോന്നുന്നതിനെ നോക്കിക്കൊണ്ട് നീ പ്രവചിച്ചാ മതി എന്ന് കർത്താവ് പറഞ്ഞു. God said, go to prophesy to these bones that who are in shambles in the valley of bones. അവൻ പ്രവചിക്കാൻ തുടങ്ങി. He started preaching to അസ്ഥിയോട് വന്നു ചേർന്നു. and the bones started meeting with bones. അസ്ഥികൂടങ്ങൾ അവിടെ ഉണ്ടായി. And the skeleton started standing കർത്താവ് up. പറഞ്ഞു പിന്നെയും പ്രവചിക്ക്. And God said, speak to these അവൻ പ്രവചിച്ചുകൊണ്ടേയിരുന്നു. അപ്പം മാംസവും ത്വക്കും വന്നു മൂടി. as he was prophesying, the skin and the flesh came upon. അപ്പോഴും ജീവനില്ലായിരുന്നു. Even then there was no life. അപ്പൊ അവനോട് പറഞ്ഞു പിന്നെയും പ്രവചിക്ക്. He said, continue to speak. പ്രവാചകൻ പ്രവചിച്ചു. And he continued to prophesy. 4 കാറ്റുകളിൽ നിന്നും ശ്വാസം അസ്ഥികൂടങ്ങളിന്മേൽ There was wind blown from all 4 directions. ജീവിച്ചെഴുന്നേറ്റ് വലിയ സൈന്യമായി നിവർന്നു And നിന്നു. there was these skeletons were standing with life and standing as a great army. ഇന്ന് തകർന്നു കിടക്കുന്നെന്ന് തോന്നുന്ന അവസ്ഥകളുണ്ടല്ലോ. If you are in shambles today, അതിൽ ദൈവത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാതെ, don't blame God for your condition. മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കാതെ, Don't blame others for your condition. ഓ ദൈവം പറയുന്നു ഒന്ന് അനുസരിച്ച് Obey what the Lord is telling you. അവന്റെ ഉദ്ദേശങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ ഏൽപ്പിച്ചു കൊടുത്ത് And recognize and understand His plan and purpose for ഒരു your life. പുതിയ ജീവൻ വ്യാപരിക്കുന്നത് കാണും. And you will see a new life start forming. താഴ്വര ജീവൻ കൊണ്ട് അതിന്റെ തുടിപ്പുണ്ടാകുവാൻ ഇടയാകും. And there will be life overflowing in that dead condition. നിങ്ങൾ നിമിത്തമായി, നിങ്ങളുടെ കഷ്ടത നിമിത്തമായി Because of your suffering and your pain, അനേകർ ജീവിച്ചെഴുന്നേൽക്കുന്നത് കാണുവാൻ you will ഇടയാകും. see others are being revived, and there will be a great army standing around you. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ സ്ലേവ് ഗേൾ, ഈ അടിമ പെൺകുട്ടി നയമാന്റെ വീട്ടിൽ അവള് സൗഖ്യം കൊടുത്തില്ല നയമാന്. And this slave girl did not bring healing to Naaman. അവള് പ്രസംഗിച്ചുമില്ല. She did not preach to him. അവള് നയമാന്റെ കൂടെ പോയുമില്ല. She did not go along with Naaman. വലിയൊരു റിസ്ക് എടുക്കുകയായിരുന്നല്ലേ. She was taking a big risk. യജമാനൻ അവിടെ നിന്ന് പോയി ഇസ്രായേലിലെ പ്രവാചകനെ കണ്ടിരുന്നെങ്കിൽ അവൻ സൗഖ്യമായിരുന്നെന്ന് പറഞ്ഞു, ആകുമായിരുന്നെന്ന് പറഞ്ഞു. And she said, if you would go to the prophet of Israel and you will get healed. ഇമാജിൻ ചെയ്തേ അവൻ സൗഖ്യമാകാതെ മടങ്ങി വന്നായിരുന്നല്ലോ. Can you imagine if he did not get healed and come back? ആദ്യം അവിടെ അവന്റെ വാള് ഉപയോഗിക്കുന്ന ഈ പെൺകുട്ടിക്കെതിരായിട്ട് And he would have used his sword on this slave girl. വലിയൊരു റിസ്ക് അല്ലേ. That was a big risk she took. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു റിസ്ക് ഉണ്ട്, പലപ്പോഴും റിസ്ക് ഫാക്ടർ ഉണ്ട്. There is a risk in standing up for the Lord. അത് ഏറ്റെടുത്ത് അവൾ ഒരു വാക്ക് പറഞ്ഞു. And she accepted that risk and she said ഒരു വാചകം മാത്രം പറഞ്ഞു. She said one word. മൈക്രോഫോൺ ഒന്നും ഇല്ലായിരുന്നു. She did not have a microphone. ഒരു നിമിഷം മതിയായിരുന്നു. And she only needed a moment. അവൾ ആകെപ്പാടെ ചെയ്ത് അവളുടെ വായ് തുറന്നു. She opened her mouth. അവൾ സംസാരിച്ച വാക്ക് ഒരു ആർമിയുടെ വലിയൊരു പടക്കൂട്ടത്തിന്റെ ഒരു യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശക്തമായിരുന്നു. Her words were more powerful than the words of an army. Sometimes even your whisper has so much power. നമ്മുടെ വിസ്പറിന് വലിയ ശക്തിയുണ്ട് ചില സമയത്ത്. നേരിയ ഒരു മന്ത്രണം, നേരിയ ഒരു സ്വരത്തിന് വലിയ ശക്തിയുണ്ട്. In a feeble voice you comes out of your mouth has very power. അവൾ കണ്ടിട്ടുണ്ട് ഈ യജമാനൻ യുദ്ധമൊക്കെ ജയിച്ചു വന്നാലും ഒരു മെലങ്കളി മൂടില്ല. And she has seen her master come back from victorious wars and he still has a melancholy mood. ഒരു യഥാർത്ഥ സന്തോഷം അവന്റെ മുഖത്ത് കാണുന്നില്ല. She does not see a joy on her face. വലിയ യുദ്ധങ്ങൾ ജയിച്ചു വരികയാ. And he has won great wars. ഒരുപാട് മെഡൽസും ഒക്കെ അണിഞ്ഞാ വരുന്നത്. He has great medals on his chest. പക്ഷെ മുഖം വാടിയിരിക്കുക. But his face is in melancholy mood. ഇത്രയും വലിയൊരു കമാൻഡർ ഓഫ് ദി ആർമിയുടെ വൈഫാണ് അവളുടെ യജമാനത്തി. And her mistress is the wife of this great man, who was an army soldier. ഒരുപക്ഷെ അവൾ കണ്ടിട്ടുണ്ട് അവള് മുറിയുടെ മൂലയ്ക്ക് മാറി നിന്ന് അവളുടെ യജമാനത്തി തേങ്ങുന്നത്, വിങ്ങിപ്പൊട്ടുന്നത്. This girl may have seen her mistress crying because of the condition. അവരുടെ ഈ വേദനയുടെ മധ്യത്തിൽ അവൾ ഓർത്ത് കാണും, ഞാനായിരിക്കുന്ന വേദനയൊന്നുമില്ല. And when they're seeing their pain, she said, my pain is nothing. ഒരു ദിവസം ക്വയറ്റായിട്ട് അവൾ അവളുടെ യജമാനത്തിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, One day she went quietly to her mistress. നമ്മുടെ യജമാനൻ ഇസ്രായേലിലൊന്ന് പോയിരുന്നെങ്കിൽ, If our master would go to Israel, ഇസ്രായേലിലുള്ള പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്നുവെങ്കിൽ അവനെ സൗഖ്യമാക്കുമായിരുന്നു. he will heal him. ഹലോ, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വലിയ വോളിയം ഒന്നുമല്ല. Influence is not speaking loud.
ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പറയേണ്ടപ്പം പറയുന്ന ഒരു വാക്കാണ്. Influence is the apt word that you speak when it is necessary. അവിടെ പേര് സോഷ്യൽ മീഡിയയിലൊന്നും വന്നില്ലല്ലേ? Her name was not on social media. ഇപ്പോഴും ആർക്കും അറിയത്തില്ല അവിടെ പേര്. Nobody still knows her name. ഒരു നവോമി എന്നായിരുന്നിരിക്കാം, Maybe it was Naomi. രൂത്ത് എന്നായിരുന്നിരിക്കാം. We don't know. Maybe it was Ruth. We don't know. ആരായിരുന്നു? We don't know. Whoever it may be. ഇപ്പോഴും പേരില്ല അവക്ക്. She still does not have a name. പക്ഷെ ഒറ്റ വാക്ക് പറഞ്ഞു, ഒരു വാചകം പറഞ്ഞു. But she said one word. റിപ്പിൾ ഇഫക്റ്റ്. That had a ripple effect. അല്ലേ? അവളൊരു വാക്ക് നയമാന്റെ ഭാര്യയോട് പറഞ്ഞു. She said one word to Naaman's wife. നയമാന്റെ ഭാര്യ അത് നയമാനോട് പറഞ്ഞു. Naaman's wife went to Naaman. നയമാൻ അത് എന്ന് രാജാവിനോട് പറഞ്ഞു. Naaman went to the king. രാജാവ് അത് അംഗീകരിച്ച് എഴുത്തെഴുതി കൊടുക്കുന്നു. And a king accepted his request and wrote a ആ എഴുത്തുമായിട്ട് നയമാനും തന്റെ കൂടെ ഉള്ള പടക്കൂട്ടവും ഇസ്രായേലിലേക്ക് പോവുകയാണ്. Naaman and his army went to Israel with that letter. ഒരു വലിയ ഡിപ്ലോമാറ്റിക് ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആണ് നടക്കുന്നത്. Here we see a series of diplomatic actions. റിപ്പിൾ ഇഫക്റ്റ്. That had a ripple effect. ഒരു കൊച്ചു പെൺകുട്ടി, A young girl. നമുക്ക് ആർക്കും പേരറിയാൻ മേലാത്ത ഒരു പെൺകുട്ടി. Nobody knows her name. ഇത് പറഞ്ഞേച്ച് പിന്നെ അവള് ചിലപ്പോൾ ലോണ്ടറി ചെയ്യാൻ പോയി കാണും. And she may have gone back to her daily work. അവള് കിച്ചണിൽ കയറി കുക്കിംഗ് ഒക്കെ തുടർന്ന് കാണും. She may have gone back to the kitchen to cook food. ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. She only mentioned one word. ഇൻഫ്ലുവൻഷ്യൽ ആകാനായിട്ട് വലിയ പഠിപ്പും വലിയ വിദ്യാഭ്യാസവും വേണമെന്നൊന്നുമില്ല. You don't need a lot of education and wisdom to be influential. കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. To understand in the presence of God and say one word. സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് നടക്കുന്നത്. And a series of events started happening as a ripple. നയമാൻ സൗഖ്യം പ്രാപിച്ചെന്ന് മാത്രമല്ല, Not only Naaman was healed. അരാം സൈന്യത്തിന്റെ അധിപതിയായവൻ പറയുകയാ. And the king of Aram says, the commander of Aram says, സൗഖ്യമായി കഴിഞ്ഞപ്പം എലീശയോട് പറയുകയാ. and as he was healed, he tells Elisha, ഇനിയും ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്കല്ലാതെ യാഗങ്ങൾ കഴിക്കുകയില്ല. I will not do sacrifice anything other than the Jehovah God of Israel. അവനെ അല്ലാതെ മറ്റാരെയും ഞാൻ ആരാധിക്കുകയില്ല. I will not worship anybody other than God. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനയുടെ മധ്യത്തിലും കർത്താവിന് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, as we are in the presence of God, as even among our pain, that we may stand up. ഒരു വാക്ക് പറയുമ്പോൾ, as you say one word, ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കിക്കേ. look what God can do with your one word. അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ കഴിവുള്ളവരെ അല്ലല്ലോ. He is not looking for able people. സറണ്ടേർഡ് ആയിട്ടുള്ളവരെ. He is looking for people who are surrendered. ഇന്ന് പകൽ എത്ര പേര് പറയും? How many of you will say that this morning? കർത്താവേ, ഞാനിതാ, Lord, I am here. I am. എന്നാലാവത് നിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കും. I am surrendering myself to do as much as I can. ഇന്നത്തെ എൻ്റെ താഴ്ചകൾ, പ്രയാസങ്ങൾ നിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. Because my lowest state is to be a part of your faithfulness. എൻ്റെ കണ്ണുനീരും എൻ്റെ തകർന്ന ഹൃദയവും നിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണെന്ന് ഞാൻ അറിയുന്നു. I know that my brokenness, my tears are part of your. അതുകൊണ്ട് അതിന്റെ മധ്യത്തിൽ ഞാൻ അപ്സെറ്റ് ആവുകയില്ല. I will not be upset among that. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഒരു മുഖാന്തരമായി. I will use that to glorify your. നീ തരുന്ന അവസരത്തെ നിന്റെ മഹത്വത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കും. The opportunities you give me, I will use for your extension. ആരുണ്ട് ആ സമർപ്പണം ചെയ്യുവാൻ ഇന്ന് പകലിലെ? And how many of you are willing to take that commitment? അങ്ങനെ സമർപ്പണം ചെയ്യുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവോ? If you are making that commitment in the presence of God, I want you to stand on your feet. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. We're going to pray. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൗത്യത്തെ തിരിച്ചറിഞ്ഞ്, and understanding the responsibility God has given you. ഉണ്ടും ഉറങ്ങിയും നമ്മൾ ഭക്ഷിച്ചും എഴുന്നേറ്റും ജോലി ചെയ്തും ഇങ്ങനെ ജീവിതം കളയാനുള്ളതല്ല. Life is not to be wasted on rituals and cyclical things like working and eating and sleeping. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. Everything that happens to us is the plan of God, is God's faithfulness. അതുകൊണ്ട് കർത്താവേ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥകൾക്കായി സ്തോത്രം. Lord, thank you for the situation that I am in. അതിന്റെ മധ്യത്തിൽ നിന്റെ പ്ലാനിനായി ഞാൻ സമർപ്പിക്കുന്നു. In that situation I surrender myself to your plan. കർത്താവേ, തക്ക സമയത്ത് ഞാൻ പറയേണ്ടത് പറയുവാൻ ഏൽപ്പിക്കുന്നു. Lord, at the right
time I'm committing myself to say the things that you എന്റെ ask me. സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തി നിന്നെ കുറ്റപ്പെടുത്തി ഞാൻ ജീവിക്കുകയല്ല. I will not blame the circumstances, right? Neither will I blame you. നിന്റെ മഹത്വത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നെന്ന് പറയാം. For your glory, I surrender myself. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ Let us ഏൽപ്പിക്കാം. surrender ourselves in the hands of നമുക്ക് God. പ്രാർത്ഥിക്കാം. Let us pray. Our Heavenly Father, thank you for those who made that commitment this morning to stand in your presence, Lord. In our suffering, in our pain, in the difficulties that we are going, we often is quick to blame others, our circumstances, and feel pity for ourselves, Lord. But to help us, thank you for through your word making us understand it is part of your plan and purpose for our lives. Amen, amen, I pray amen. that you will use our low estate, you will Yes. use our pain for the extension of your kingdom, Lord. Amen, Lord. Give us those words that we need to speak, not because of our education, not because Amen, of our amen, knowledge, amen. not because of anything that we possess, Lord, but continue to Just trust give in your us- grace and your grace alone. Just Lord, give use us for your kingdom, oh God. Everyone. I pray for everyone who's standing here, Lord. I Hallelujah. pray blessings over them, Lord. Hallelujah. You don't know what pain Hallelujah. they're enduring. You don't know what situation they're enduring. Amen, But we know amen. one thing, that they are in your control. Lord, every situation is not without your knowledge, Lord. You are sovereign over every situation. Amen. We trust our Lord. We pray for those who are online listening to us, Lord. Continue to deal with them as they listen to this word, Lord. Amen. Thank you for enabling your servant to bring the word this morning. We thank you once again for every life, Lord. We give you glory and honor in the days to come. Help us to use this and practice this in our lives, Lord. We ask all this in your name. Amen. Amen. Please be seated in your places. Thank you so much for your attention to the word of God. Thank you, Sam, for the translation.